Hi students, we will plus 1 physics class discuss plus 1 second chapter. First chapter is introduction chapter. Second chapter is units and measurement chapter. One topic. Problems oriented പക്ഷെ അത്രയും പ്രോബ്ലം സെക്ഷനിലേക്കുള്ള അത്രയ്ക്കും വിശദീകരണങ്ങളൊന്നും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട്. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, തിയററ്റിക്കലായിട്ടുള്ള കുറച്ച് പാർട്ടുകൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ചാപ്റ്ററിൻ്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എറർ അനാലിസിസ്. ഒരു ഫിലോസഫർ പറഞ്ഞിരിക്കുന്ന വെറുതെ ഒരു കോട്ട് നമ്മളതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ, അല്ലാതെ എററിൻ്റെ ഡെഫിനേഷൻ ഒന്നും അല്ലത്. എററിൻ്റെ കൃത്യമായിട്ടുള്ള ഫിസിക്സിലുള്ള ഡെഫിനേഷനൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എറർ? അപ്പോൾ മുൻപത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആക്യുറസി, പ്രിസിഷൻ, അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എററിനെ കുറിച്ചാണ്. അപ്പോൾ ആക്യുറസി പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ട്രൂ വാല്യൂ, മെഷേർഡ് വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ട്രൂ വാല്യൂ, മെഷേർഡ് വാല്യൂ, അല്ലേ. അപ്പോൾ അതുപോലത്തെ തന്നെ ഒരു കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക് എന്താണ് എറർ അനാലിസിസിൽ നമുക്ക് പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലേ. തെറ്റുകൾ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് എറർ? വാട്ട് ഇസ് ദി ഡെഫിനിഷൻ ഓഫ് എറർ? എന്താണ് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീവിയേഷൻ ഓഫ് മെഷേർഡ് വാല്യൂ ഫ്രം ദി ട്രൂ വാല്യൂ. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു ശരിയായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ഉണ്ടാവില്ല. എല്ലാത്തിനും ശരിയായിട്ടുള്ളൊരു അളവുണ്ടാവും, ശരിയായിട്ടുള്ളൊരു വിലയുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ the velocity of speed in vacuum, velocity of light in vacuum, velocity of light in vacuum is 3 into 10 raised to 8 meter per second. 3 into 10 raised to 8 meter per second. Okay, 3 into 10 raised to 8 meter per second ആണ് velocity of light in vacuum. ബട്ട് നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടണം നിർബന്ധമില്ല, അല്ലേ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂനാണ് നമ്മൾ മെഷേർഡ് വാല്യൂ വിളിക്കുക. മെഷേർഡ് വാല്യൂ എപ്പോഴും എന്താണെന്നില്ല, ക്ലിയർ ആയിട്ടുള്ളൊരു വാല്യൂ ആവുന്നില്ല. ഓക്കെ, ഇനി അതല്ല, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ, നമ്മളുടെ ഇപ്പോൾ ശരീരത്തിൽ നമ്മൾ ഹൈറ്റ് മെഷർ ചെയ്യണം, അല്ലേ. അപ്പോൾ ഹൈറ്റ് മെഷർമെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ നേരെ നിന്നിട്ടാണ് ഹൈറ്റ് മെഷർ ചെയ്യുക, അല്ലേ. അത് വെർട്ടിക്കലായിട്ട് നിന്നിട്ടാണ് ഹൈറ്റ് മെഷർ ചെയ്യുക. പക്ഷെ അങ്ങനെ ഹൈറ്റ് മെഷർ ചെയ്യുമ്പോൾ ശരിക്കുമുള്ള ബോഡി ലെങ്ത് നമുക്ക് കിട്ടില്ല. കാരണം നമ്മളുടെ റിയൽ ഹൈറ്റ് അല്ലെങ്കിൽ റിയൽ ലെങ്ത് ഓഫ് ദ ബോഡി കിട്ടണമെങ്കിൽ നമ്മൾ കിടന്ന് മെഷർ ചെയ്യണം. അപ്പോൾ ഒരു 2.5 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടെന്നാണ് മെഷർമെൻറ്റുകളിലൊക്കെ നമുക്ക് വന്നേക്കുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയാണ്. അത് 1 ഇഞ്ച് വ്യത്യാസം വരും, 1 ഇഞ്ച് കുറവായിരിക്കും എഴുന്നേറ്റ് നിന്ന് മെഷർ ചെയ്യുമ്പോൾ. എന്നാൽ കിടന്ന് മെഷർ ചെയ്യുമ്പോൾ ബോഡി ലെങ്ത് ഓൾമോസ്റ്റ് ഒരു 2.5 സെൻറ്റിമീറ്റർ നിന്ന് മെഷർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കിട്ടും. അതായത് ഒരു 1 ഇഞ്ച് അടുത്ത് കൂടുതൽ കിടന്ന് മെഷർ ചെയ്യും. അതെന്താ കാരണം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡിയിൽ ബോണുകൾക്കൊക്കെ ഇടയിൽ ചെറിയ സ്പേസുകളുണ്ടല്ലോ, അല്ലേ. ചില കോളംസ്, അല്ലേ, കോളംസ് ഉണ്ട്. ആ കോളംസൊക്കെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം ഒന്ന് കോൺട്രാക്ട് ചെയ്ത് കംപ്രസ് ചെയ്യാണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് മെഷർ ചെയ്യുമ്പോൾ. പക്ഷെ അത് റിലാക്സ് ചെയ്ത് നമ്മൾ കിടക്കുമ്പോൾ അതൊക്കെ റിലീസിങ് മോഡിലാവും. അത് കാരണം നമുക്ക് വളരെ കൂടുതൽ ലെങ്ത് കിട്ടും, അതായത് ബോഡി ലെങ്ത് കുറച്ചധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ എററുകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള എററുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ശരിയല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ എററിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞല്ലോ. അപ്പോൾ ഡീവിയേഷൻ ഓഫ് മെഷേർഡ് വാല്യൂ ഫ്രം ദ ട്രൂ വാല്യൂ, അതാണ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെഷേർഡ് വാല്യൂസ് നമ്മളിപ്പോൾ അളക്കുന്ന മെഷർമെൻറ്റുകൾ അല്ലെങ്കിൽ അളവുകളാണ് മെഷേർഡ് വാല്യൂസ്. അതിന് യഥാർത്ഥത്തിലൊരു വാല്യൂ ഉണ്ടോ എന്നാണ് അതിൻ്റെ ട്രൂ വാല്യൂ. നമ്മളപ്പോൾ എങ്ങനെ എറർ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ സിമ്പിളായിട്ട് വെറുതെ ഒരു ഡെഫിനേഷൻ എഴുതിയിട്ട് എറർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. പക്ഷെ അത് വെറുതെ നമുക്കൊരു ഡിഫറൻസ് എടുത്താൽ പോരാ. കാരണം വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് ദ മെഷേർഡ് വാല്യൂസ് എന്തായിരിക്കാം, മേ ബി ഗ്രേറ്റർ ദാൻ ദ ട്രൂ വാല്യൂ. ട്രൂ വാല്യൂനേക്കാളൊക്കെ ഗ്രേറ്റർ ആയിരിക്കും, സംടൈംസ് ലെസ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെ മൈനസ് ചെയ്യണം? ട്രൂ വാല്യൂയിൽ നിന്ന് മെഷേർഡ് വാല്യൂ മൈനസ് ചെയ്യണോ, മെഷേർഡ് വാല്യൂയിൽ നിന്ന് ട്രൂ വാല്യൂ മൈനസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എറർ ഓൾവേസ്, അല്ലെങ്കിൽ എറർ ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ആസ് ദ മോഡുലസ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. മോഡുലസ് എടുത്ത് കഴിഞ്ഞാൽ വിഷയമില്ല, നമുക്ക് സൈൻ എന്നുള്ളൊരു പ്രോബ്ലം കുതിക്കുന്നില്ല അവിടെ.
അല്ലേ? പോസിറ്റീവ് സൈൻ നെഗറ്റീവ് സൈൻ ആ വിഷയമേ വരുന്നില്ല. ഓക്കെ, അപ്പോൾ എറർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദ മോഡുലസ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് എറർ. അതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് ദാറ്റ് ഈസ് എറർ ഈക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ മൈനസ് മെഷേർഡ് വാല്യൂ. അപ്പോൾ ഇത് നമ്മൾക്ക് പഠിക്കാനുള്ള സിലബസിൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ എററിനെ പറയുന്നത്. നമ്മൾക്ക് പഠിക്കാനുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എററിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എറർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അതൊരിക്കലും എന്താവില്ല നെഗറ്റീവ് ആവില്ല നമ്മൾ പറയാം. പക്ഷേ എറർ നെഗറ്റീവായി എടുക്കുന്ന കേസുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയില്ല. കുറവ് എറർ, കൂടുതൽ എറർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്മോൾ ലോ എറർ, ഹൈ എറർ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാർജ് എറർ അല്ലേ, സ്മോൾ എറർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പക്ഷേ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളുടെ സിലബസിൽ പറയുകയാണെങ്കിൽ എറർ ഈസ് ഓൾവേസ് പോസിറ്റീവ്, പിന്നെ അവർ നെഗറ്റീവ്, ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ മോഡുലസ് പറയുന്നത്. ഓക്കെ, എറർ കാൽക്കുലേറ്റഡ് ആസ് ദ മോഡുലസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. എറർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. എറർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ്, അതായത് മൈനസ് എന്നുള്ളൊരു കാര്യം ഇതിനകത്തേ വരുന്നില്ല. മൈനസ് നമുക്ക് എററിലേ വരുന്നില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മൾക്ക് ആരെ കുറിച്ച് പറയുന്നത്? എററിൻ്റെ കാൽക്കുലേഷൻ, എററിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മൾ ഇവരൊന്ന് ക്ലാസിഫൈ ചെയ്യണം. എററിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്താണ് അപ്പോൾ എററിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് രണ്ട് തരത്തിൽ എററിനെ ക്ലാസിഫൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ഒക്കറൻസ് ഓഫ് എറേഴ്സ് ആണ്. എറർ ഒരു കാൽക്കുലേഷനിൽ എങ്ങനെ ഒക്കർ ചെയ്യുന്നു, എറർ എങ്ങനെ ഒക്കർ ചെയ്യുന്നു, എറർ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്, അതായത് നമ്മൾ മെഷർമെൻറ്റ് നടത്തുമ്പോൾ എങ്ങനെയൊക്കെ ഒക്കർ ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇപ്പോൾ പറയുന്ന ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ errors are classified into three according to their occurrence. They are systematic error, random error and least count error. Systematic error, random error and least count error. അപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിസ്റ്റമാറ്റിക് എറർ നമുക്ക് അവരുടെ ഡീറ്റെയിൽ പഠിക്കും. അപ്പോൾ തൽക്കാലം ഞാൻ സിസ്റ്റമാറ്റിക് എററിനെ കുറിച്ച് പറഞ്ഞു. റാൻഡം എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ റിപ്പീറ്റഡ് എററുകളാണ്. എന്ത്? റാൻഡം എറേഴ്സ്. അതിപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ സക്സസീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് തന്നെ ചില അനുഭവങ്ങളുണ്ട്. നമ്മൾ ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ പ്രോബ്ലം ചെയ്തിട്ട് ആൻസർ ചിലപ്പോൾ തെറ്റായിരിക്കും കിട്ടുക, അല്ലേ? നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മളത് ശ്രമിക്കും. പക്ഷെ അഗെയിൻ സെയിം എറർ വിലൊക്കെ ആ എറർ തന്നെ വീണ്ടും വരാൻ സാധ്യത, ശരിയല്ലേ? ചിലപ്പോൾ മൂന്നാമത് ചെയ്യുമ്പോഴും എറർ വരാൻ സാധ്യത, അല്ലേ? ഇത്തരത്തിൽ ഇങ്ങനെ ഒക്കർ ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റഡ് ആയിട്ട് ഒക്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന എററുകളാണ് റാൻഡം എറർ. ലീസ്റ്റ് കൗണ്ട് എറർ, പേരിൽ തന്നെ ലീസ്റ്റ് കൗണ്ട്, ഏറ്റവും ചെറിയ അളവ്, അല്ലേ? അത് ഇൻസ്ട്രുമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ലീസ്റ്റ് കൗണ്ട് എറർ. ഈ ഇൻസ്ട്രുമെൻറ്റുകളായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ആ സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ അളവ് മില്ലിമീറ്ററാണ്. മില്ലിമീറ്ററിനേക്കാൾ ചെറിയ അളവ് നമുക്ക് എടുക്കാൻ പറ്റില്ല. സ്കെയിൽ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് മില്ലിമീറ്ററിനേക്കാൾ താഴെയുള്ള അളവ് നമുക്ക് എടുക്കാൻ പറ്റില്ല, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ടാണ് 1 മില്ലിമീറ്റർ, 1 mm. മനസ്സിലായി? ഇനിയിപ്പോൾ നമ്മൾ 1 മില്ലിമീറ്ററിനേക്കാൾ താഴെ സൈസുള്ള ഒബ്ജക്റ്റുകൾ നമ്മൾ മെഷർ ചെയ്തിട്ട് ഒരു റഫ് അല്ലെങ്കിൽ വെറുതെ ഒരു വാല്യൂ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ആക്യുറേറ്റ് വാല്യൂ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് വാല്യൂ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിൽ എന്തുണ്ടാവും? എറർ ഉണ്ടാവും. നമ്മൾ ഏകദേശം ഇത്ര ഉണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെ എന്തുണ്ടാവും? അതിനകത്ത് എറർ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് സിസ്റ്റമാറ്റിക് എററിനെ കുറിച്ച് പറയാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ ആൻഡ് ലീസ്റ്റ് കൗണ്ട് എറർ. അതിൽ നമുക്ക് സിസ്റ്റമാറ്റിക് എററിന് കുറച്ച് ടൈപ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. അതിൽ ഒന്നാമത്തെയാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ, രണ്ടാമത്തെയാണ് ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ, മൂന്നാമത്തെയാണ് പേഴ്സണൽ എറർ. അപ്പോൾ സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 3. They are instrumental error, imperfections in experimental technique or procedure, മൂന്നാമത്തെ പേഴ്സണൽ എറർ. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ് ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളിൽ
സ്കെയില് അതിൻ്റെ ഒരു അറ്റം ഒടിഞ്ഞ് അതിലുള്ള മെഷർമെൻറ്റ് കൃത്യമായിട്ട് കാണാൻ പറ്റാതെ നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കാനായിട്ട് ആ സ്കെയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മേ ബി അതിനകത്ത് എന്ത് സംഭവിക്കാം, അതിനകത്തൊരു എറർ സംഭവിക്കാം, ആ മെഷർമെൻറ്റിലൊരു എറർ സംഭവിക്കാൻ സാധ്യതയില്ല. ശരിയല്ലേ? ഇനി അതല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് എടുത്തിരിക്കുക, നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു കപ്പ് എടുത്തിരിക്കുക, അടുക്കളയിലുള്ള ഒരു കപ്പ് എടുത്തിരിക്കുക, ആ കപ്പ് നിലത്തൊക്കെ വീണ് അതിൻ്റെ സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ചളുങ്ങിയിരിക്കാന്ന് വിചാരിക്കുന്നത്, ഞളങ്ങി അതിനൊരു രൂപമാറ്റം സംഭവിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വോളിയം കപ്പാസിറ്റി ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഒറിജിനൽ സൈസിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടോ മാറിയിട്ടുണ്ടോ. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ പുറത്തൊക്കെ ചിലപ്പോൾ ലേബൽ ചെയ്തേക്കുന്ന അതിൻ്റെ കപ്പാസിറ്റി, അതായത് വോളിയം, നമ്മളതിലൊരു എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ ആ വോളിയം കിട്ടണമെന്നില്ല. അപ്പോൾ അത് ആ മെഷറിങ് ജാറിൻ്റെ എന്തായി എററായി. അപ്പോൾ അതൊക്കെ ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറയുന്നത്. ഇനി അതല്ല, നമ്മളിപ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും കൊണ്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മൊബൈൽ ഫോണിലുള്ള തന്നെ വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആ സിസ്റ്റം സോഫ്റ്റ്വെയറൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യാം. അത് പക്ഷേ കറക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓൾമോസ്റ്റ് വാല്യൂസ് അല്ലെങ്കിൽ ആവറേജ് വാല്യൂസ് ആണ് അത് കാണുന്നത്. മനസ്സിലാവുന്നത്? അപ്പോൾ അതൊക്കെ അതിലൊക്കെ ട്രൂ വാല്യൂലേക്ക് എത്തുന്നില്ല, ഓൾമോസ്റ്റ് വാല്യൂ ആണ് എത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻസ്ട്രുമെൻ്റൽ എറർ. അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ ആര് ഉണ്ടാക്കുന്ന എററുകളാണ്? ഇൻസ്ട്രുമെൻ്റൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കുന്ന എറേഴ്സ്. മനസ്സിലാവുന്നല്ലോ? അപ്പോൾ എറേഴ്സ് ഒക്കറിങ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് പെർഫെക്ഷൻ ഇൻ ഇൻസ്ട്രുമെൻറ്റ്സ്. അതാണ് ആര്? ഇൻസ്ട്രുമെൻ്റൽ എറർ. അത് ഇതിൽ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന നമ്മുടെ സിസ്റ്റമാറ്റിക് എറർ ഉൾപ്പെടുന്നത്. രണ്ടാമത്തെയാണ് ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ. ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ, അതായത് ഇത്ര കാലത്തോളം നമ്മളിപ്പോൾ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടും നമ്മളിപ്പോൾ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ, ഇപ്പോൾ നമുക്കൊരു പനി വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചറാണ് ആദ്യം മെഷർ ചെയ്യുക അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ കൊറോണ കാലഘട്ടമാണ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിലേക്ക് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസിന് പോകുമ്പോൾ ഓൾറെഡി നമുക്ക് ഒരു ഹാൻഡ് സാനിറ്റൈസർ തരും. അത് കൂടാതെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഒരു ഡിജിറ്റൽ സംവിധാനം, ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെക്ക് ചെയ്യുന്നത് അല്ലേ? ഇനി അതല്ല, നമ്മളുടെ പണ്ടത്തെ ടെക്നിക്ക് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ തെർമോമീറ്റർ ടങ്ങിനടിയിൽ അല്ലെങ്കിൽ ആംപിറ്റ്, അതായത് കക്ഷത്തിനുള്ളിലൊക്കെ വെച്ചിട്ടാണ് പണ്ടത്തെ മെഷർമെൻ്റ് ആയിരുന്നു. പക്ഷേ ഈ തരത്തിലുള്ള മെഷർമെൻറ്റുകളിലൊന്നും നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൻ്റെ റിയൽ വാല്യൂസ് ഒന്നും കിട്ടില്ല. ഒരു 5 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പറയാം. അതിൻ്റെ ചെറിയൊരു വേരിയേഷനൊക്കെ ഒരു ആവറേജ് ലെവലിൽ കാണിക്കും. റിയൽ വാല്യൂസ് കിട്ടില്ല. മനസ്സിലായി? റിയൽ വാല്യൂസ് ഒരിക്കലും നമുക്ക് കിട്ടില്ല. അതാരുടെ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എക്സ്പെരിമെൻ്റൽ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ടെക്നിക്കുകളൊക്കെ ഇനിയും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസ്സിലാണ്ടല്ലോ? അല്ലാത്ത കാലത്തോളം അതിൽ ഇനിയും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എററുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈറ്റ് മെഷർമെൻറ്റ് നടത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ബോഡി ഹൈറ്റ് വെർട്ടിക്കൽ ആയിട്ട് നോക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ അല്ല, അതിനെ ഹൊറിസോണ്ടലായിട്ട് നോക്കുമ്പോൾ കിട്ടുന്നു വ്യത്യാസം. അതിൽ ഏത് വാല്യൂ നമ്മൾ എടുക്കും? അതൊക്കെ എക്സ്പെരിമെൻ്റൽ ടെക്നിക്സിൽ വന്നിരിക്കുന്ന അൺസർട്ടനിറ്റികളാണ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻസ് ആണ്. മനസ്സിലായി? അതാണ് ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക്ക് ഓർ പ്രൊസീജിയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പേഴ്സണൽ എറർ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ചില എക്സ്പെരിമെൻറ്റുകൾ ചില ആളുകൾ ചെയ്യുമ്പോൾ എറർ സംഭവിക്കാം. അത് നമുക്കിപ്പോൾ മനസ്സിലാവില്ല. അത് നമുക്ക് +2 അല്ലെങ്കിൽ ഹയർ ക്ലാസ്സുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ലാബുകളിലൊക്കെ ചെന്ന് നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ് പേഴ്സണൽ എററിനെ കുറിച്ച് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. പേഴ്സണൽ എറർ ഈസ് എ കൈൻഡ് ഓഫ് സിസ്റ്റമാറ്റിക് എററാണ്. മനസ്സിലാണല്ലോ? അപ്പോൾ എറേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. ദേ ആർ സിസ്റ്റമാറ്റിക് എറർ, റാൻഡം എറർ ആൻഡ് ലീസ്റ്റ് കൗണ്ട് എറർ. സിസ്റ്റമാറ്റിക് എറേഴ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻടു എന്ത് വിളിക്കാം? ഈ പറയുന്ന നമ്മളുടെ ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ്, ഇംപെർഫെക്ഷൻസ് ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ. മൂന്നാമത്തെ പേഴ്സണൽ എറർ. മനസ്സിലായി? അപ്പോൾ ഈ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തിയിരിക്കുന്നത്, അതാണ് നമ്മുടെ NB പറഞ്ഞ എഴുതിയാണ് നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബേസിസിലാണ് അക്കോർഡിംഗ് ടു ദ ഒക്കറൻസ് ഓഫ് ദ എറേഴ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ എററുകളൊക്കെ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ അനലൈസ് ചെയ്യും? നമ്മളത് അനലൈസ് ചെയ്തിട്ട് നമ്മളതെങ്ങനെ റെക്ടിഫൈ ചെയ്യും? അപ്പോൾ ഇത് എറർ കാൽക്കുലേറ്റ് എന്നാലേ അവർ റിമൂവ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ അവരുടെ കാൽക്കുലേഷൻ്റെ ബേസിസിൽ നമ്മൾ എഗെയിൻ നമ്മൾ എററുകൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നെക്സ്റ്റ്.
അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് എറേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ കാൽക്കുലേഷൻ പറയുമ്പോൾ അതിൽ പ്രോബ്ലം സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ആ പ്രോബ്ലം സെക്ഷനിലേക്ക് കിടക്കുന്നില്ല, നമ്മൾ അവരുടെ ആ ക്ലാസിഫിക്കേഷൻ മാത്രമേ പറയൂ. അപ്പോൾ എന്താ നോക്കാം നമുക്ക് കാൽക്കുലേഷൻ ഓഫ് എറേഴ്സ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ എറർ കാൽക്കുലേഷൻ they are classified into three classifications are. They are absolute error, relative error and percentage error. മൂന്നാണ് absolute error, relative error and percentage error. Absolute error, relative error and percentage error according to the calculation of errors. ഇനി അതിൽ നമുക്ക് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതായത് absolute error കാൽക്കുലേറ്റ് ചെയ്യണം, relative error കാൽക്കുലേറ്റ് ചെയ്യണം, percentage error. അതെന്തായാലും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇനി വരുന്നൊരു ക്ലാസ്സിലാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എററുകളുടെ ഒരു കാൽക്കുലേഷൻ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എററുകളാണ് നമ്മൾ ശരികളേക്കാൾ കൂടുതൽ പഠിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും എന്തിനാണ്? തെറ്റുകളെയാണ്. നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ കണ്ട പോലെ എറേഴ്സ് ആർ ലാക്ക് ഓഫ് നോളജ് അല്ലേ? അതായത് നോളജിൻ്റെ ഒരു അപര്യാപ്തത കൊണ്ട് വരുന്നതല്ല, എററുകളാണ് നമ്മൾ കൂടുതൽ റെക്ടിഫൈ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും എററിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്രയും ഉദ്ദേശിക്കുന്നു. ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. വീഡിയോ കണ്ടിരുന്നതിൽ ഒരുപാട് സന്തോഷം. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണൽ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാം. അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.